ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കയും കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അതിന് വേണ്ടിയിട്ട് ഉണക്ക ചെമ്മീൻ തലയും വാലും എല്ലാം കളഞ്ഞ ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 4-5 കഷ്ണം ചെറിയുള്ളിയും ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുരിങ്ങയ്ക്ക, 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അതിലെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങയുടെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ചതച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് നന്നായി തിരുമ്മിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മുരിങ്ങയ്ക്കയും മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുവറുത്തിടാം. ഞാനിവിടെ ഉണക്കമുളകും ചെറിയുള്ളിയും കടുവറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.